രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം രാജ്യത്തെ ജനങ്ങൾക്കാകെ അപമാനമായി മാറിയതാണ്. ജനങ്ങളാകെ തലകുമ്പിട്ട് നിൽക്കേണ്ടി വന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത്. എന്തുകൊണ്ടാണ് മോദിക്ക് പ്രതിപക്ഷത്തെ ഇത്ര ഭയം? പ്രതിപക്ഷത്തെ ഭയക്കുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന് തന്നെ അപമാനമായി മാറുന്നു എന്ന കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? നരേന്ദ്രമോദിയുടെ വൈകാരിക പ്രസംഗമല്ല പാർലമെന്റിനകത്ത് വേണ്ടത്, കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ആർജവമാണ് വേണ്ടതെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് മുമ്പിൽ നരേന്ദ്രമോദിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടോ, അതോ ബി.ജെ.പി. കരുതി കൂട്ടി കോൺഗ്രസിനെ പ്രകോപിപ്പിക്കുകയാണോ? വിശദമായി പരിശോധിക്കാം. പി.എസ്. സൗപർണികയാണ് കൂടെയുള്ളത്. അതായത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറയുന്നത് സത്യത്തെ ഭയന്ന് മോദി നുണകളിൽ അഭയം തേടിയിരിക്കുകയാണ്. രാജ്യസഭയിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിക്കുന്നത് പോലെയാണെന്നാണ് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഇതിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വരുന്നു. പ്രധാനമന്ത്രി സത്യത്തെ ഭയപ്പെടുന്നുവെന്നും അദ്ദേഹം നുണകളിൽ അഭയം തേടിയിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രി ഇത്രയധികം പരിഭ്രാന്തനായത് എന്തിനാണെന്നറിയാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചിരിക്കുകയാണ്. ഇന്ത്യ ചൈന അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് മുൻ കരസേനാ മേധാവി എം നരവാനെയുടെ പ്രസിദ്ധീകരിക്കാത്ത ഓർമ്മക്കുറിപ്പുകൾ ഉദ്ധരിച്ച് രാഹുൽ ഗാന്ധി നേരത്തെ രംഗത്തെത്തിയിരുന്നു. 2020 സംഘർഷ സമയത്ത് പ്രധാനമന്ത്രി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറുകയും അത് ജനറലിന്റെ തലയിൽ കെട്ടിവെക്കുകയുമാണ് ചെയ്തതെന്ന് രാഹുൽ ആരോപിക്കുന്നു. ലോക്സഭയിൽ ഈ പുസ്തകം ഉദ്ധരിക്കാൻ തനിക്ക് അനുവാദം ലഭിച്ചില്ലെന്നും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യൂ, ജോ ഉചിത് സംജോ വോ കരോ എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈയൊഴിഞ്ഞതായും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ 97 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ രാജ്യസഭയുടെ പ്രസംഗം ഒരു തെരഞ്ഞെടുപ്പ് റാലിക്ക് സമാനമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. നുണകളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളും നിറഞ്ഞതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗമെന്നാണ് എ.ഐ.സി.സിയുടെ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വിമർശിക്കുന്നത്. മോഡിയുടെ നാർസിസവും, അതായത് സുഖം പൊഴുത്തലും നാടകീയമായ പ്രഖ്യാപനങ്ങളോടുള്ള അഭിനിവേശവും പ്രസംഗത്തിലുടനീളം കാണാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പരിഹസിക്കുന്നു. ബജറ്റ് സമ്മേളനത്തിന്റെ 7ാം ദിനത്തിൽ വലിയ ബഹളങ്ങൾക്കിടയിലാണ് നന്ദി പ്രമേയം പാസാക്കിയത്. രാജ്യസഭയിൽ പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയും പിന്നീട് സഭ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിനെ ചൊല്ലിയും പാർലമെന്റിൽ വലിയ വാക്തർക്കങ്ങളാണ് അരങ്ങേറിയത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കഴിഞ്ഞ 2014 2019 പ്രതിപക്ഷമല്ല ഇപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും ഉള്ളത്. രാജ്യത്തിന്റെ പ്രതിപക്ഷം ഐക്യം വളരെ ശക്തമാണ്. അതുമാത്രമല്ല, കോൺഗ്രസിന് 100 അംഗങ്ങൾ ലോക്സഭയിലുണ്ട്. ഈ 100 അംഗങ്ങളെ വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഭരണപക്ഷത്തെയും വെല്ലുവിളിക്കാൻ ഉതകുന്ന ത്രാണിയും ശക്തിയും കോൺഗ്രസിനുണ്ട്. നേരത്തെ പോലെ അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവല്ല, ഔദ്യോഗിക പ്രതിപക്ഷ നേതാവാണ്. 2019 മുതൽ 2024 വരെ അധീർ രഞ്ജൻ ചൗധരിയായിരുന്നു പ്രതിപക്ഷത്തെ നയിച്ചതെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധിയാണ് നയിക്കുന്നത്. അധീർ രഞ്ജൻ ചൗധരി രാഹുൽ ഗാന്ധിയെ പോലെ ആയിരുന്നില്ല. അദ്ദേഹം കൃത്യമായി ഭരണപക്ഷത്തിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന സമയത്ത് അധീർ രഞ്ജൻ ചൗധരിക്ക് പലപ്പോഴും അദ്ദേഹത്തിന് വിലങ്ങതടിയായി ഉണ്ടായിരുന്നത് അംഗങ്ങളുടെ എണ്ണക്കുറവായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെയല്ല. രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ അംഗബലമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാനുള്ള അംഗങ്ങളുണ്ട്. അധീർ രഞ്ജൻ ചൗധരിയെ പോലെ വൈകാരികമായി സംസാരിക്കുന്ന ആളല്ല രാഹുൽ ഗാന്ധി. അതൊരു വ്യത്യാസമുണ്ട്. കാരണം അധീർ രഞ്ജൻ ചൗധരി ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് രാഷ്ട്രീയം പയറ്റി തെളിഞ്ഞ് പശ്ചിമ ബംഗാളിൽ ഒരേ സമയം തൃണമൂൽ കോൺഗ്രസിനോടും ബി.ജെ.പിയോടും സി.പി.എമ്മിനോടും പടപൊരുതി വന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ ശൈലിയല്ല രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധിയുടെ ശൈലി മറ്റൊന്നാണെങ്കിൽ പോലും ലോക്സഭയ്ക്കകത്ത് രാഹുൽ ഗാന്ധിക്ക് അംഗബലം കൊണ്ട് ബി.ജെ.പി. ഏത് തരത്തിലും വെല്ലുവിളിക്കാനുള്ള ത്രാണിയുണ്ട്. അവിടെയാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രസംഗത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം സഭയിൽ സംസാരിച്ചാൽ മതിയോ? പ്രതിപക്ഷത്തിന് സംസാരിക്കേണ്ട എന്ന തലത്തിലേക്കാണ് പോകുന്നത്. എന്താണോ ഭരണപക്ഷത്തിന് പറയാനുള്ളത് അത് കേൾക്കുക, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വൈകാരികമായി ഉത്തരം പറയുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചോദ്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക. അതിപ്പോൾ മാത്രമല്ല, മോദിയുടെ ഒരു സ്ഥിരം ടെക്നിക്കാണത്. പ്രതിപക്ഷം ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ആരോപണങ്ങളാവട്ടെ ചോദ്യങ്ങളാവട്ടെ അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുക. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം രാജ്യസഭയിലേക്ക് മോദി വരുമ്പോ ഭരണപക്ഷം മോദി മോദി എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ആനയിക്കുന്നത്. പിന്നീട് സംസാരിക്കുന്നു, പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തു പോകുന്നു. അതിനൊക്കെ ഇടയ്ക്കും വ്യക്തിപരമായ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമോ ആശയങ്ങളോ വികസനമോ എന്നതിനൊക്കെ അപ്പുറം
വ്യക്തിപരമായി വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന തരത്തിലായിരുന്നു മോദിയുടെ പ്രസംഗം എന്ന് പറയുന്നത്. മല്ലികാർജുൻ ഖാർഗെ ആകട്ടെ രാഹുൽ ഗാന്ധിയൊക്കെ കടന്നാക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഈ പ്രസംഗമായിരുന്നു നരേന്ദ്രമോദി നടത്തിയത്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസാരിക്കേണ്ടത് പ്രതിപക്ഷത്തിരിക്കുന്ന അംഗങ്ങളെ ബഹുമാനിച്ചുകൊണ്ടായിരിക്കണം. അതിപ്പോ പ്രതിപക്ഷമായാലും പ്രതിപക്ഷം ഭരണപക്ഷത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം സംസാരിക്കേണ്ടത്. ഈ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനം വേണം. വികസനത്തിന്റെ കാര്യം അല്ലെങ്കിൽ രാജ്യത്തിന്റെ കാര്യമോ വികസനത്തിന്റെ കാര്യമോ സംസാരിക്കുമ്പോൾ അത് സംസാരിക്കാൻ കഴിയണം. അല്ലാതെ ഈ പറയുന്ന പോലെ ഭരണപക്ഷത്തിരിക്കുന്നവർ പ്രതിപക്ഷത്തിരിക്കുന്ന അംഗങ്ങളെ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലോ സംസാരിക്കാൻ പാടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം സഭയിൽ കണ്ടത് മോദി അത്തരത്തിലുള്ള രീതിയാണ് ഫോളോ ചെയ്തതെന്ന് പറയാൻ കഴിയും. ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, മറു ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, വൈകാരികമായി കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതൊന്നും ഒരു രാജ്യത്തിന് ചേർന്ന രീതിയല്ല. പഴയതുപോലെയല്ല. പ്രതിപക്ഷം സ്ട്രോങ് ആണ്. അത് മോദിയെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്നായിരുന്നു മോദി തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത്. ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാത്തതിന്റെ ഫ്രസ്ട്രേഷൻ പോലും തീർക്കുന്ന രീതി ഇതൊക്കെയാണ്. ഇതൊന്നും ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് അംഗീകരിക്കാൻ കഴിയുന്ന രീതിയല്ല മോദി തുടർന്ന് പൊക്കോണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ പ്രതിപക്ഷം കത്തിക്കേറിയത് ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൂടെയാണ്. അതായത് BJP നിരോധിച്ച ഒരു പുസ്തകത്തെ കുറിച്ചായിരുന്നു പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത്. അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹം പറയുന്നത്, എന്റെ നിലപാടുകൾ നിർണായകമായിരുന്നു. സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും വെടിവെപ്പ് തുടങ്ങാൻ ആഗ്രഹിച്ച കമാൻഡിനും ഇതുവരെ എനിക്ക് വ്യക്തമായ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ നൽകാത്ത ഒരു സർക്കാർ കമ്മിറ്റിക്കും ഇടയിൽ ഞാൻ കുടുങ്ങി. സൈനിക ആസ്ഥാനത്തെ ഓപ്പറേഷൻസ് റൂമിൽ ഓപ്ഷനുകൾ പരിഗണിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തു. മുഴുവൻ വടക്കൻ മുന്നണിയും അതീവ ജാഗ്രതയിലായിരുന്നു. ഏറ്റുമുട്ടലിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ തീരുമാനിക്കേണ്ട പോയിന്റ് റച്ചിൻ ലൈലായിരുന്നു. പ്രതിരോധ മന്ത്രിക്ക് നരവാനെ വീണ്ടും ഒരു കോൾ ചെയ്തു. അദ്ദേഹം തിരിച്ചു വിളിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. സമയം നീണ്ടു. ഓരോ മിനിറ്റും ചൈനീസ് ടാങ്കുകൾ മുകളിലേക്ക് എത്തുന്ന നിമിഷം അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. രാത്രി 10:30 അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് തിരിച്ചു വിളിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അദ്ദേഹം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളിൽ ജോ ഉചിത് സംജോ വോ കരോ എന്ന ഒറ്റ വാചകം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് എന്തും ചെയ്യുക. ഇത് തികച്ചും ഒരു സൈനിക തീരുമാനമായിരിക്കട്ടെ. മോദിയുമായി കൂടിയാലോചിച്ചിരുന്നു. അദ്ദേഹത്തോട് വിവരങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് മറുപടി പറയാൻ വിസമ്മതിച്ചു. എനിക്ക് ഒരു പൊള്ളുന്ന തീരുമാനം എടുക്കേണ്ട സന്ദർഭമാണ് കയ്യിൽ തന്നത്, നരവാനെ ഓർമ്മിക്കുന്നു. ഈ കാർട്ടെ ബ്ലാഞ്ച് ഉപയോഗിച്ച് ഇപ്പോൾ ഉത്തരവാദിത്തം പൂർണ്ണമായും തന്റെ തലയിലാക്കിയിരിക്കുന്നു. അതായത് ഈ പുസ്തകം നിരോധിച്ചതിന് പിന്നാലെ അതിലെ ചില ഭാഗങ്ങൾ കാരവൻ പ്രസിദ്ധീകരിച്ചിരുന്നു, കവർ സ്റ്റോറിയായി. ആ കാരവൻ പ്രസിദ്ധീകരിച്ച പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. എന്തായാലും നരവാനയുടെ ആ പുസ്തകം ഭാരതത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒളിച്ചോടുന്നു എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചത്. അത് ഇന്ത്യൻ സമൂഹം അറിയരുത് എന്ന് കരുതിയിട്ടാണല്ലോ ആ പുസ്തകത്തെ ബഹിഷ്കരിച്ചത് പോലും. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഭരണപക്ഷ അംഗങ്ങൾ പരമാവധി ശ്രമിച്ചത്. പാർലമെന്റിന്റെ സെഷൻ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ 3 മണി വരെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ആർമി റിട്ടയർഡ് ജനറൽ MM നരവാനയുടെ അപ്രസിദ്ധീകൃത പുസ്തകമാണ്, അത് പ്രസിദ്ധീകരിക്കാൻ അനുവദിച്ചില്ല. ആ പുസ്തകം എഴുതിയ ആ പുസ്തകത്തിൽ പ്രസക്ത ഭാഗങ്ങൾ പലതും ഉദ്ധരിച്ചിരുന്നു. 2020 ലഡാക്കിൽ സ്റ്റാൻഡ് ഓഫിൽ ചൈനീസ് ടാങ്കുകളും സൈന്യവും റച്ചിൻ ലൈലേക്ക് നീങ്ങിയപ്പോൾ അത് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നരവാനെ കൃത്യമായി ആ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചത്. ആ പുസ്തകം ഉണ്ടാക്കിയ കോളിളക്കം കേന്ദ്ര സർക്കാരിനെ അത് ഏത് രൂപത്തിലാണ് പിടിച്ചുലച്ചത് എന്ന കാര്യമെല്ലാം ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് നരേന്ദ്രമോദി രാജ്യസഭയിൽ ഒരു വൈകാരികമായ പ്രസംഗം നടത്തി. ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിച്ച് അദ്ദേഹം മടങ്ങിയത്. ആ പ്രസംഗത്തെയാണ് കോൺഗ്രസും ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കന്മാരും രൂക്ഷമായി വിമർശിക്കുന്നത്.